എന്ന സ്വപ്നത്തിലേക്കുള്ള വഴിയാണ് ഗ്രീൻ കാർഡ്. എന്നാൽ ഈ പദവി വെറും ഒരു തിരിച്ചറിയൽ രേഖയല്ല, മറിച്ച് ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പിന്റെയും നിയമപരമായ പോരാട്ടങ്ങളുടെയും ഒക്കെ ഒരു പരിസമാപ്തിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണങ്ങൾ കാരണം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഈ ഒരു രേഖയ്ക്കായി നീക്കിവെക്കേണ്ടി വരുന്നുണ്ട്. ഗ്രീൻ കാർഡ് ലഭിക്കുന്നതോടെ എല്ലാ കടമ്പകളും കടന്നുവെന്ന് വിശ്വസിക്കുന്നവർ അറിയേണ്ട ചിലതുണ്ട്. ഇതൊരു പൗരത്വമല്ല, കർശനമായ നിബന്ധനകളോട് കൂടിയുള്ള ഒരു താൽക്കാലിക അംഗീകാരം മാത്രമാണ്. അവകാശങ്ങൾക്കൊപ്പം തന്നെ പാലിക്കേണ്ട കടമകളെ കുറിച്ചുള്ള അവജ്ഞ പലരെയും വലിയൊരു നിയമക്കുരുക്കിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അമേരിക്കൻ സ്വപ്നത്തിന്റെ പൂർത്തീകരണമായി പലരും കാണുന്ന ഗ്രീൻ കാർഡ് അഥവാ പെർമനന്റ് റെസിഡൻസി സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. US സ്ഥിരതാമസത്തിനുള്ള ഔദ്യോഗിക രേഖയായ ഗ്രീൻ കാർഡ് സ്വന്തമാക്കുക എന്നത് കുടിയേറ്റക്കാർ നേരിടുന്ന ഏറ്റവും വലിയ കടമ്പ തന്നെയാണ്. പ്രവാസി കുടിയേറ്റക്കാർക്ക് മുന്നിൽ വെല്ലുവിളികൾ നിറഞ്ഞ വലിയൊരു നിയമപരമായ പ്രക്രിയ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അമിതമായ തിരക്കുകളും ക്വാട്ട നിയന്ത്രണങ്ങളും കാരണം ഈ രേഖ കയ്യിൽ കിട്ടാൻ ദശാബ്ദങ്ങളോളം നീളുന്ന കാത്തിരിപ്പ് അനിവാര്യമായി വരുന്നുണ്ട്. വർഷങ്ങളോളം നീളുന്ന ഈ അനിശ്ചിതത്വം പലരുടെയും ജീവിതത്തെയും കരിയറിനെയും കാര്യമായി തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഗ്രീൻ കാർഡ് കയ്യിൽ കിട്ടിയാൽ US പൗരന് ലഭിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് കുഴപ്പത്തിൽ ചാടുന്ന വിദേശികളുമുണ്ട്. ഗ്രീൻ കാർഡ് ലഭിക്കുന്ന ഓരോ കുടിയേറ്റക്കാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗ്രീൻ കാർഡ് എന്നത് അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാനുള്ള അനുമതി മാത്രമാണ്, പൗരത്വമല്ല. പൗരത്വം ലഭിക്കുന്നതിന് മുൻപ് ഗ്രീൻ കാർഡ് ഉടമകൾ അതീവ ജാഗ്രത പാലിക്കണം. ചെറിയൊരു പിഴവുകൾ പോലും നിങ്ങളുടെ ഗ്രീൻ കാർഡ് റദ്ദാക്കപ്പെടുന്നതിനും നാട് കടത്തലിനും ഒക്കെ കാരണമായേക്കാം. ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടം അമേരിക്കൻ പൗരത്വത്തിനായി അപേക്ഷിക്കാനുള്ള അർഹതയാണ്. ഒരു അമേരിക്കൻ പൗരനെ വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ ഗ്രീൻ കാർഡ് ലഭിച്ച 3 വർഷത്തിന് ശേഷം പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റു വിഭാഗങ്ങളിലുള്ളവർക്ക് 5 വർഷമാണ് ഇതിനുള്ള കാലാവധി. കൂടാതെ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് തങ്ങളുടെ അവിവാഹിതരായ മക്കൾക്കോ മറ്റ് അടുത്ത ബന്ധുക്കൾക്കോ വേണ്ടി സ്പോൺസർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. തൊഴിൽപരമായ സ്വാതന്ത്ര്യമാണ് മറ്റൊരു മെച്ചം. ഒരു കമ്പനി സ്പോൺസർ ചെയ്ത ഗ്രീൻ കാർഡ് ആണെങ്കിൽ പോലും അത് ലഭിച്ച ശേഷം നിശ്ചിത കാലയളവ് കഴിഞ്ഞ് ജോലി മാറാനോ മറ്റൊരു മേഖലയിലേക്ക് തിരിയാനോ ഒക്കെ സാധിക്കും. സ്വന്തമായി ബിസിനസ് തുടങ്ങാനും സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങാനും എല്ലാം ഇവർക്ക് തടസ്സമില്ല. അതേസമയം ഗ്രീൻ കാർഡ് ഉടമകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. എത്ര വർഷം അമേരിക്കയിൽ താമസിച്ചു എന്നതോ നികുതി കൃത്യമായി അടയ്ക്കുന്നു എന്നതോ വോട്ട് ചെയ്യാനുള്ള അർഹതയായി പരിഗണിക്കില്ല. അതുപോലെ തന്നെ ജൂറി ഡ്യൂട്ടി ചെയ്യാനും ഇവർക്ക് അനുവാദമില്ല. ഏതെങ്കിലും ഔദ്യോഗിക ഫോമുകളിൽ അറിഞ്ഞോ അറിയാതെയോ താൻ US പൗരനാണെന്ന് രേഖപ്പെടുത്തുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇത്തരമൊരു തെറ്റ് സംഭവിച്ചാൽ പിൽക്കാലത്ത് പൗരത്വം ലഭിക്കുന്നതിനെ അത് ദോഷകരമായി ബാധിക്കും. ഗ്രീൻ കാർഡ് നിലനിർത്താൻ അപേക്ഷകർ നിർബന്ധമായും പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അമേരിക്കൻ പൗരന്മാരെ പോലെ തന്നെ എല്ലാ വർഷവും നികുതി റിട്ടേണുകൾ സമർപ്പിക്കണം. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വരുമാനം ലഭിച്ചാലും അത് US ടാക്സ് റെസിഡന്റ് എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യണം. താമസം മാറുകയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ പുതിയ വിലാസം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസിനെ അറിയിക്കണം. അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടുക എന്നത് വലിയ അധികാരങ്ങളും അതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്തങ്ങളും നൽകുന്ന ഒന്നാണ്. വോട്ടിംഗ് അവകാശമോ ജൂറി ഡ്യൂട്ടിയോ ലഭിക്കില്ലെങ്കിലും അമേരിക്കൻ പൗരത്വത്തിലേക്കുള്ള ചവിട്ടുപടിയായി നമുക്കിതിനെ കാണാവുന്നതാണ്. നികുതി റിട്ടേണുകൾ കൃത്യമായി സമർപ്പിക്കുന്നതിലും വിലാസ മാറ്റങ്ങൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിലും കാണിക്കുന്ന ചെറിയ അശ്രദ്ധ പോലും പിൽക്കാലത്ത് പൗരത്വം ലഭിക്കുന്നതിന് ഒരുപക്ഷെ തടസ്സമായേക്കാം. നിയമങ്ങൾ കൃത്യമായി പാലിച്ച് തങ്ങൾക്ക് ലഭിച്ച തൊഴിൽപരവും വ്യക്തിപരവുമായ സ്വാതന്ത്ര്യത്തെ വിവേകപൂർവ്വം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഗ്രീൻ കാർഡ് ഒരു യഥാർത്ഥ അനുഗ്രഹമായി മാറൂ. ജാഗ്രതയോടുകൂടിയുള്ള ഓരോ ചുവടും നിങ്ങളെ ഒരു അമേരിക്കൻ പൗരൻ എന്ന ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നതിനു ശേഷം പൗരത്വം കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പഴയ കാലത്തെ അപേക്ഷിച്ച് അപേക്ഷകരുടെ പശ്ചാത്തലം പരിശോധിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വിസ നിയമങ്ങളിലും വലിയ മാറ്റങ്ങളാണ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്നത്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, മുൻകാലത്തെ വിദേശയാത്രകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം അതീവ ജാഗ്രതയോടുകൂടിയാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത്. ചെറിയൊരു പൊരുത്തക്കേട് കണ്ടാൽ പോലും അപേക്ഷ നിരസിക്കപ്പെടാനോ വൈകാനോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്.